കല്ലടക്കി ചൂരൽമല ഡിസാസ്റ്റർ നടന്ന സമയത്ത് നമ്മളവിടെ പോയിരുന്നു, റീഹാബിലിറ്റേഷൻ വർക്കിന് വേണ്ടി പോയിരുന്നു. സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ബേസിക്കലി കൊടുക്കാൻ ഉദ്ദേശിച്ച് പോകുന്നത്. അപ്പോൾ ഓരോ ടീമായിട്ടാണ് പോകുന്നത്, 4 പേര് 5 പേരൊക്കെ ഉള്ള ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയവരും അങ്ങനെയുള്ള ഒരിക്കലും അവരെ വീട്ടിൽ നിന്ന് മൊത്തം സാധനങ്ങളുമായിട്ട് ഇറങ്ങണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാതെ അവിടെ സ്റ്റക്കായിപ്പോയി. സെയിം ടൈം പുലിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 4 ചുറ്റുമുണ്ട്. പട്ടികളെ വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഭയങ്കര നിരാശരാണ്. നിരന്തരം അവർ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നിൽക്കുക, അവർ വരുത്തതുമില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റുകളാണല്ലോ. അപ്പം ഇതിൽ ഈ പ്രാർത്ഥിക്കുക, റെസീലിയൻസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ നിന്നുണ്ടാകുന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് പോകുന്നൊരു ടീമാണ്. അപ്പോൾ അവരോട് ഇവർ പറയുകയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സിസ്റ്റം അങ്ങ് മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥനാ സിസ്റ്റത്തിലോട്ട് വരാൻ ഈ ഡിസാസ്റ്ററിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ ഇത് ഭയങ്കര പ്രൊഫഷണൽ അല്ലാത്തൊരു സംഗതിയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം അവർ ഈ ബ്രോട്ടപ്പ് ചെയ്തതിൻ്റെ ലെവലിൽ നിന്ന് തന്നെയല്ലേ അവരെ വളർത്തിയെടുത്ത് അവർ ഈ സിസ്റ്റത്തിൽ പഴയതുപോലെ വളർന്നതിൻ്റെയൊക്കെ തന്നെ കാരണങ്ങളല്ലേ. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നമ്മൾ എത്രത്തോളം നവീകരിക്കേണ്ടതുണ്ട്, അത് ഏത് ലെവലിൽ നിന്ന് നവീകരിക്കണം എന്നൊന്ന്. ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വിഷയം നമ്മുടെ മുന്നിലെല്ലാം വന്നിട്ടുള്ളതാണ്. സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സുരാജ് മണി, അദ്ദേഹമാണ് കേരളത്തിലെ മെൻ്റൽ ഹെൽത്ത് നയം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുകയും അന്ന് ആദ്യത്തെ അങ്ങനെ ഒരു സ്ഥാപനം മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കാട്രി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറത്ത് ഇതിനെല്ലാം കൂടെ എൻഗൾഫ് ചെയ്ത് ഗവൺമെൻറ്റുമായിട്ട് ഒരു ഡയലോഗിന് പറ്റുന്ന നിലവാരത്തിലുള്ളൊരു സ്പേസ് അവർ അന്ന് ക്രിയേറ്റ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ മുൻകൈ തന്നെയാണ് അതുണ്ടായത്. അദ്ദേഹം അതിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനുമായിട്ട് അസോഷ്യേറ്റ് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് റിസർച്ച് ഇൻ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഡോക്ടർ ലാലും ജയശ്രീയും എല്ലാം കൂടെ ചേർന്ന് അവർ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ പല സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോഴെല്ലാം സുരരാജ് മണി, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം എടുക്കുന്ന ഒരു പൊസിഷനാണ് ഈ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉള്ള ആൾക്കാർക്ക് വളരെ സ്ട്രെസ്സിനെ മറികടക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെക്കാളും കൂടുതൽ കഴിയുന്ന ഒരു ഇതുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഒരു വിശ്വാസത്തിൻ്റെ യുക്തിയുണ്ട്, കഴിയും. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റങ്ങൾ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യും എന്ന് പറയുന്ന ഒരു നിലപാടിൽ അദ്ദേഹം പറയുമ്പോൾ, നമ്മൾ ഈ ബിലീഫ് സിസ്റ്റം കൊണ്ടുണ്ടായിരിക്കുന്ന മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെ ലോങ് ടൈമായിട്ട് വരുന്നത് സ്വന്തമായിട്ടൊരു ജീവിതത്തിനകത്തൊരു നിലപാടെടുത്തിട്ട് കാര്യങ്ങൾ ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ ഇല്ലാതെ പോകുന്നതിനെ പറ്റിയുള്ള വശം ഞാൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഡീറ്റെയിൽഡായിട്ട്, അദ്ദേഹം വളരെയധികം ഇൻഡെപ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം അവിടുത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് വരികയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ആ നിലവാരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സിന് മുഴുവനുള്ള ഡീറ്റെയിൽഡ് നോളജുള്ള ആളായിരുന്നു. അപ്പം ഞാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാമൂഹികമായിട്ടുള്ള മേഖലയിലും അത്തരത്തിലുള്ള ബിലീഫ് സിസ്റ്റങ്ങൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ലോങ് ടൈമിനകത്ത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന മറ്റുള്ള മേഖലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചർച്ച ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ ഇയാൾ ഈ പറയുന്ന പ്രശ്നം അത് ഒരു സൈക്കാട്രിയിലും അതിൻ്റെ അതേ ഫ്രെയിം വർക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരൊരിക്കലും ബിലീഫ് സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഈ നമ്മൾ ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് എവല്യൂഷണറി ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്നവരുടെ അപ്രോച്ചും, അതേസമയത്ത് ഒരു ക്രിയേറ്ററിൽ വിശ്വസിച്ച് ലോകത്തിനെ മനസ്സിലാക്കുന്നവരുടെ അപ്രോച്ചും, ഇത് രണ്ടും സാമൂഹികമായ മേഖലയിലൂടെ പഠിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന മേഖലകളെ പറ്റി വരുമ്പോൾ ഈ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള സ്വന്തം അസ്തിത്വത്തിനകത്ത് സ്വന്തം എഫർട്ട് കൊണ്ട് മറികടക്കാൻ കഴിയുമായിരുന്ന
നൂറുകണക്കിന് പ്രശ്നങ്ങളെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലവാരത്തിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ പള്ളികളിലെല്ലാം കൂട്ടപ്രാർത്ഥന ചെയ്യുന്നതും ആളുകൾ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ മതത്തിൻ്റേതായിട്ടുള്ള ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെതായ മേഖലയില്ല, അതില്ല എന്ന് നിഷേധിച്ചുകൂടാ. അതുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്തെടുക്കാനെന്ന് പറഞ്ഞാൽ ലോകത്തിനെ മനസ്സിലാക്കുന്ന ലോജിക്കലി ലോകത്തിന് ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആക്ട് ചെയ്യേണ്ടതായിട്ട് പ്രവർത്തിക്കേണ്ട മേഖലകളിനകത്ത് ഒരാളുടെ ഇനിഷ്യേറ്റീവ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നതിന് ഇത് തന്നെ തടസ്സമായിട്ട് വരും. അതാണ് ഇയാൾ ഈ പറഞ്ഞ പോയിന്റ്. അതാണ്. അപ്പം സൈക്കോളജി ഒരു സോഷ്യൽ സയൻസ് എന്നുള്ള നിലവാരത്തിൽ അതിൻ്റെ മറ്റ് ഈ വരുന്ന എവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലോകത്തൂടെ അത് ഇതുവരെയും അത് പോയിട്ടില്ല. അത് പഴയ ഈ വിശ്വാസങ്ങളെയെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മനുഷ്യർക്ക് ആശ്വാസം പകരുന്നതെന്ന് പറയുന്ന ഫ്രെയിം വർക്കിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ലോകത്തുണ്ടാകും. അപ്പോൾ ആക്റ്റീവായിട്ട് ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റി ട്രാൻസ്ഫോം ചെയ്ത് പരിഹാരങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലും നമ്മൾ ഒന്നിച്ച് നിന്ന് അതിനെ നേരിടാം. ഒന്നിച്ച് നിന്ന് നേരിടുക എന്ന് പറയുന്നത് ശരിയുണ്ടല്ലോ. പക്ഷെ ഒന്നിച്ച് നിൽക്കുന്നതിന് എന്തറിവാണ് ഇവർക്ക് കൂടുതലുള്ളതെന്ന് പറയുന്നത് ബിലീഫ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് ഇമ്മീഡിയറ്റായിട്ട് ആശ്വാസങ്ങളൊക്കെ അത് നൽകുമെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് അതൊരു കാലത്തും ഉപയോഗപ്പെടത്തില്ല എന്നുള്ള നിലപാടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് നയം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് അദ്ദേഹമാണ് ഞാൻ അൺഒഫീഷ്യലായ ഒരു പാർട്ട്ണറാണ്. ഞാൻ ഒരു സമയത്തും ഏതെങ്കിലും ഒരു ഡിഗ്രിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതൊന്നും വെച്ചിട്ടല്ല. പക്ഷേ വിഷയങ്ങൾ പറയുമ്പം പരസ്പരം സംസാരിക്കുന്ന സമയത്ത് സുരാജ് മണി കണ്ടുപിടിക്കുന്നതാണ്, ഓക്കെ ഇങ്ങേരുടെ സംസാരിച്ച കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് എന്നെ കണ്ടെത്തിയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തല്ല ഈ പറയുന്ന ബേസിക് അപ്രോച്ചിനകത്ത്. അപ്പം അദ്ദേഹം പല സ്റ്റഡീസും കാണിച്ചിട്ടുണ്ട്. ഈ ബിലീഫ് സിസ്റ്റം കൊണ്ട് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി ലെവലിലുള്ള ഡിഫറൻസസ് വരെ അദ്ദേഹം കാണിച്ചിട്ട് പറയും നമ്മളൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് നടത്തുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന തരത്തിലുള്ള ഹെൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അല്ലെന്ന് കാണേണ്ട കാര്യമേ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ മണിയടിച്ച് പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ മണിയടിച്ചിട്ട് ആൾക്കാരെ കൂട്ടത്തില്ലേ, ആ ഒരു പ്രോസസ്സിൻ്റെ തുടർച്ചയ്ക്കകത്തായി പ്രാർത്ഥനയും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ നിലവാരത്തിലുള്ള ഗുണപരത അതിനകത്ത് സത്യത്തിലുണ്ട്. ഇല്ലെന്ന് വിചാരിച്ചുകൂടാ. ഒറ്റപ്പെട്ട ആൾക്കാരുടെ മാനസിക സംഘർഷത്തിന് മറികടക്കാനായിട്ട് അത് സഹായിക്കാനായി. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി എടുക്കേണ്ടതായിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് ആ ഇരിപ്പ് സഹായിക്കത്തില്ല. ഇത് രണ്ടും അങ്ങനെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്പീഷീസ് എന്നുള്ള നിലവാരത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു സ്പീഷീസ് എന്നുള്ള നിലവാരത്തിൽ, ആ നിലവാരത്തിൽ ഇത് രണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും കാണാം. പല സൊല്യൂഷൻസും അതിനകത്ത് ഈ കൂട്ടായ്മ കൊണ്ടുണ്ടാകുന്ന ആശ്വാസങ്ങളുടേതായ ലോകം ആൾക്കാർക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നമുക്കറിയാം ആളുകളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് റിലീജിയൻ നിൽക്കുന്നതെന്നും അത് ഉപയോഗിച്ചിട്ട് ഭരിക്കുന്നവർ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നിൽക്കുമ്പോഴും ഒരു കൊച്ചു കമ്മ്യൂണിറ്റിക്കകത്ത് പരസ്പരം സഹായിക്കുന്നതിനും പരസ്പരം സഹകരിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബലം കൊടുക്കുന്നതിനും ഇതേ വിശ്വാസങ്ങൾ സഹായിക്കാറുമുണ്ട്. അതല്ലെന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾക്ക് കുറച്ചുകൂടെ ശാസ്ത്രീയമായ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ചുറ്റുപാടിനെ മനസ്സിലാക്കി ഈ കൂട്ടായ്മ മറ്റൊരു രീതിയിൽ വിശ്വാസത്തിൻ്റേതല്ലാത്ത മുൻ അറിവ്, അതാണ് അത് വളരെ വിശ്വാസവും മുന്നറിവും ഒരുപോലല്ല. അത് വളരെ കൃത്യമായിട്ട് അറിയേണ്ടതാണ്. മുന്നറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഇപ്പം നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു, ബസ് വരും എന്നുള്ള വിശ്വാസമാണെന്ന് ആൾക്കാർ പറയും.
പക്ഷേ ഇന്നലെ ബസ് വന്നിരുന്നു എന്നുള്ള മുന്നറിവ് ഉണ്ടാകും. അതെ. അപ്പം മുന്നറിവ് എന്ന് പറയുന്നത്, ഞാനൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ചികിത്സ കിട്ടും എന്നറിയുന്നത് ഡോക്ടറിൽ നിങ്ങൾ വിശ്വസിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെയാണത് എന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനല്ല. അപ്പോൾ മുന്നറിവും വിശ്വാസവും തമ്മിലുള്ള ഡിഫറൻസ് അറിയേണ്ടതുണ്ട്. അതേ സമയത്ത് ആശ്വാസങ്ങൾക്കെന്നുള്ള നിലവാരത്തിൽ നിസ്സഹായരായിരിക്കുന്ന മനുഷ്യർക്ക് ഇപ്പം കണിശമായിട്ടും ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിൽ കിടക്കുന്ന ആൾക്കാർ എല്ലാവരും മരിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ അവർക്കൊരു ആ സമയത്തൊരു ആശ്വാസത്തിന് ഈ പ്രാർത്ഥനകൾ വർക്ക് ചെയ്യുമോ ചോദിച്ചാൽ അവർക്ക് ആശ്വാസത്തിന് വർക്ക് ചെയ്യും, പക്ഷേ രോഗം ചികിത്സിക്കുന്നതിനല്ല. ഇത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഫങ്ഷനുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത്ര മീനിങ്ങേ ഉള്ളൂ. പക്ഷെ അതൊന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഗുണപരമായ ഒരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഒരു കാലത്ത് നമുക്ക് നിസ്സഹായതയുണ്ടായിരുന്ന കാലത്ത് നമ്മൾ അവസാനത്തെ കൈ എന്നുള്ള നിലവാരത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്നത്തെ അവസ്ഥയിൽ അതിനെല്ലാം പരിഹാരമുണ്ട്. ആംബുലൻസ് വിളിച്ചു വരുത്തുക, നമ്മൾ ഫോൺ കണ്ടുപിടിക്കുക, ദൂരെയുള്ള റിമോട്ടായ സ്ഥലങ്ങളിലേക്ക് ഫോൺ സൗകര്യങ്ങൾ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറ്റലൈറ്റിനകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫോൺ കണ്ടുപിടിക്കുന്നത് വഴി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും. അല്ലാതെ എല്ലാവരുടെ കൂടിയിരുന്ന് ആശ്വസിച്ച് ഒന്നിച്ച് വെള്ളപ്പൊക്കത്തിനകത്ത് മുങ്ങിച്ചാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിനകത്ത് കാണേണ്ടത്. അപ്പം ഇത് ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിനകത്തെ സമീപന രീതിക്കകത്ത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ബിലീഫിനകത്ത് കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാതെ എന്തും ചെയ്യുന്നവരായിട്ട് അങ്ങനെയാണ് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാതെ, കാരണം വരാൻ പോകുന്ന മരണാനന്തര ലോകങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് എന്തെങ്കിലും ഇവിടെ കാണിക്കാൻ കഴിവുള്ളവരെ ഉൽപ്പാദിപ്പിച്ചെന്ന് വരും. അതുകൊണ്ടാണ് അത് കുറച്ച് ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ അതല്ല ജീവൻ്റെ രക്ഷണമെന്ന് പറയുന്നത്. നിരന്തരമായ ഒബ്സർവേഷനോടെ ആ ഒബ്സർവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന് മുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത് അതിനെപ്പറ്റി പര്യാലോചിച്ച് പുതിയ തരത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി അത് സ്ഥായിയായി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് എവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇത് രണ്ടും ചില കോണ്ടെക്സ്റ്റുകളിൽ ഫങ്ഷണലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ് ആണ് ലോകത്തിനെ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ലോകത്ത് മറ്റ് ഒരു ജീവികളിലും വിശ്വാസമില്ലാതെ പറക്കാൻ പഠിച്ച കൊതുവും പറക്കാൻ പഠിച്ച കിളിയും എല്ലാം ഉണ്ടെന്നറിയണം. അവരെല്ലാം സയൻറ്റിസ്റ്റുകളാണ്. അവരാരും ഇതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ലെവലിലെ ചില ഫങ്ഷൻസിനകത്ത് ചില ആശ്വാസങ്ങൾ കിട്ടും എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നതിന് അത് ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിരന്തര അന്വേഷണം തന്നെയാണ്. അല്ലാതെ മന്ന വരും മന്ന വീഴും എന്ന് വിശ്വസിച്ചിരിക്കുന്നതല്ല. ഇത് എൻ്റെ നിലപാടായത്. ജീവിതത്തിനെ സമീപിക്കുന്നത് നിസ്സഹായത അനുഭവിക്കുന്ന സമയത്ത് നമുക്കതിനെ മാറ്റാൻ, ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി മാറ്റാൻ കഴിയാത്തപ്പോൾ ഇണങ്ങുക എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഇതിന് കുറച്ച് മീനിങ് ഉള്ളത്. ആദ്യകാലത്ത് ട്രാൻസ്ഫോം ചെയ്യാനുള്ള നമുക്ക് കഴിവില്ലാതിരുന്ന കാരണം കൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് നിർത്തിയിരുന്ന പ്രകൃതി അല്ലെങ്കിൽ ദൈവം എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ വശം, ജീവൻ്റെ വശു, ഇതിന് പുറത്തിരിക്കുന്ന സാഹചര്യത്തിനെ മുഴുവനും കൂടെ ചേർത്തിട്ടാണ് ദൈവം എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ സാഹചര്യം, പിന്നെ ഇപ്പം നമ്മൾ പ്രകൃതി എന്ന് പറയുന്ന ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയാതിരിക്കുന്ന സമയത്തെല്ലാം അതിനോട് ഇണങ്ങാനേ കഴിയുമായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ ഫിലോസഫികളും റിലിജനും എല്ലാം നമ്മളെ പഠിപ്പിച്ചിരുന്നത് പ്രപഞ്ചം ഇങ്ങനെയാണ്, അതിനോട് നിങ്ങൾ ഇണങ്ങുക. അതുതന്നെയാണ് ട്യൂണിങ് എന്നുള്ള നിലവാരത്തിൽ അവർ പഠിപ്പിച്ചിരുന്നത്. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഈ ആശ്വാസവചനങ്ങളും രോഗങ്ങളും മുഴുവൻ നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ജീവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് പരിമിതിയാണെങ്കിൽ ഇതെങ്ങനെ ഭേദിക്കാം? ഇത് അറിവിന് അതിരിതാണെങ്കിൽ ഈ അതിരിൽ കയറി നിന്ന് അപ്പുറത്ത് എന്താണെന്ന് നോക്കാം എന്ന് പറയുന്ന പുത്തൻ പരിഹാരങ്ങളുടേതായ നിരന്തര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. വിശ്വാസികളുടെ യുക്തിക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഈ പറയുന്ന സിമ്പിൾ ജീവികളിലായിട്ട് തുടർന്നേ. അപ്പോൾ ചുറ്റുപാടിനെ അനുകൂലമാക്കി ഇണക്കുന്നതിന് വിശ്വാസി കണ്ണുമടച്ച് വിശ്വസിച്ച് തീയിലേക്ക് ചാടുന്നത് പോലല്ല,
ഓരോ കോൺസിക്വൻസിനെ പറ്റി മനസ്സിലാക്കി ഡയറി ചെയ്യുക എന്ന് പറയുന്നത് നല്ല ധീരതയോടെ അതിനെ ചെയ്യുന്നത്, കണ്ണുമടച്ച് വിശ്വസിച്ച് ചാടുന്നതും അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി മനസ്സിലാക്കി അതിനെ മറികടക്കാൻ വേണ്ടി ധീരതയോടെ പെരുമാറുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അങ്ങനെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ധീരരായ ആൾക്കാർ നയിച്ചു കൊണ്ടുപോയ ഒരു ലോകത്തിനകത്താണ് നമ്മൾ ഈ ലോകത്തിനെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കാനൊക്കുന്ന കഴിവ് വികസിപ്പിച്ചത്. ഈ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കുന്ന അറിവിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. മറ്റേ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പഴയ കാലത്തെ ഫിലോസഫിയും റിലിജനും എല്ലാം ഈ എന്താണോ ഇങ്ങനെ അതിനോട് ഇണങ്ങുക എന്ന് പറയുന്നത്. അപ്പം ഇണങ്ങുകയും ഇണക്കുകയും ചെയ്യുന്നതിനകത്ത് ഇണക്കുന്ന അറിവിൻ്റെ വർധനവാണ് ഇന്ന് നമ്മൾ ലോകത്തിനെ ഇത്രയധികം ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ളവരാക്കി മാറ്റിയത്. അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളുമായിരിക്കുന്നവർ ഈ റിലിജൻ ഇത്രയും എന്നാൽ ഈ വിശ്വാസ പ്രമാണങ്ങൾ ഇങ്ങനെ സഹായം ചെയ്യും എന്ന് പറഞ്ഞ് കണ്ടെത്തി പറയുന്ന കാര്യങ്ങളെ മറികടക്കേണ്ട ആവശ്യമായിട്ട് മാത്രമാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് പഴയകാല ഫിലോസഫികളോ റിലിജനോ ഇന്ന് അത് ഒരു ഇത്തരത്തിലുള്ള സഹായങ്ങൾ അതിനകത്ത് ഇല്ല എന്നറിയാത്തതുകൊണ്ടല്ല, അതിനേക്കാളും മെച്ചപ്പെട്ട പരിഹാരങ്ങൾ മറുവശത്ത് കിടപ്പുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നിടത്തേക്കും പോകുന്നത്. മറ്റേത് ഒന്നും കൊള്ളത്തില്ല എന്ന് ആൾക്കാർ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ പള്ളിയിലും അമ്പലത്തിലും പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ ആംബുലൻസ് വരാത്തത് കൊണ്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും എന്തുകൊണ്ടാണ് പള്ളിയിലും അമ്പലത്തിലും പോകുന്ന ആൾക്കാരെ കുറഞ്ഞു പോയി, അത് നിലനിർത്താൻ കഴിയാതെ അതിപ്പോൾ ഹോട്ടലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബാറാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജിംനേഷ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞു പോയതെന്നുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ധനമുണ്ടായി സകല മനുഷ്യർക്കും യഥാർത്ഥത്തിൽ അവർക്ക് പ്രാഥമികമായി നമ്മൾ ഈ പറയുന്ന നിസ്സഹായതകൾ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇപ്പം എന്താണ് മുണ്ടക്കൈ സ്ഥലത്ത് പോയി ആളുകൾ ജീവിക്കുന്ന സമയത്ത് മണ്ണിടിയുമെന്നും അത് ആ ആംഗിളിൽ ഉള്ള സ്ഥലങ്ങളിൽ അത് വെക്കരുതെന്നും ഇനി വെക്കുകയാണെങ്കിൽ എത്ര ബലപ്പെടുത്തി ചെയ്യണമെന്നും ഇനി ആ ബലപ്പെടുത്തി ചെയ്താലും ഇത് തകർന്നു പോകാൻ വരുന്ന തരത്തിൽ ഭൂമി കുലുങ്ങുമെന്നുള്ള അറിവ് പക്ഷേ നമ്മളത് അവിടെ റിസ്കോടായാലും ശരി അത് രസകരമായ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കും എന്ന് പറയുമ്പോൾ കടലിനടിയിലേക്ക് ഊളിയിട്ട് മുത്തെടുക്കാൻ പോകുന്നവനെ ശ്വാസം മുട്ടുന്നത് ഡയറി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ജീവിതങ്ങളുടെ ലോകങ്ങളാണ്. അത് അറിവില്ലായ്മയോടുള്ള വിശ്വാസങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചാൽ ഇതതിരാണ്. പക്ഷേ അതിന് നമ്മൾ പരിശോധിക്കും എന്ന് പറയുന്ന ധീരത എന്ന് പറയുന്ന സാധനം വിശ്വാസത്തിലൂടെ അല്ല, അത് അന്ധമായ വിശ്വാസത്തിലൂടെയാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഈ അന്ധതയല്ല സയൻസിൻ്റെ ലോകം. സയൻസിൻ്റെ ലോകം എന്ന് പറയുന്നത് അന്വേഷണാത്മകമായി ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് അറിവാക്കി മാറ്റി അതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പുത്തൻ പരിഹാരങ്ങൾ നിരന്തരം അന്വേഷിക്കുന്ന എല്ലാ ജീവികളും ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയാണത്. ഇതിനിടയ്ക്ക് സംഭവിച്ചതാണ് മനുഷ്യൻ ആലോചിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അവൻ അന്ധമായി വിശ്വസിക്കുന്ന യുക്തിക്കകത്തേക്ക് അവനെ കൊണ്ടുപോയത് ഈ പറയുന്ന അവനെന്നല്ല അവരെ കൊണ്ടുപോയത് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഈ പറയുന്ന ശാസ്ത്രീയമായ ലോകവീക്ഷണത്തിനകത്തൂടെ മാത്രമാണ് യഥാർത്ഥ ആശ്വാസവും പരിഹാരവും നിൽക്കുന്നത് എന്നുള്ള നമ്മുടെ തിരിച്ചറിവ്. അല്ലെങ്കിൽ ഈ പറയുന്ന രോഗശാന്തി ശുശ്രൂഷകൻ തന്നെ ആയിപ്പോവും സൈക്കോളജിസ്റ്റ്. എന്നും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും സ്വന്തമായ പരിഹാരത്തിന് ഒരു കാലത്തും കഴിവുള്ളവരായിട്ട് മാറത്തില്ല. കുട്ടികളെ കുട്ടികളായി തന്നെ തുടരട്ടെ എന്ന് പറയുന്നതാണ്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയല്ലേ, കുട്ടികളെ നമ്മൾ ആശ്വസിപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഓരോ ദിവസവും കഴിയും തോറും സ്വന്തം കാലയിൽ നിൽക്കാനായിട്ട് പരിശീലിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ശാസ്ത്രീയമായ വളർത്തൽ. അല്ലാതെ എന്നും നമ്മളെ ആശ്രയിക്കുന്നവരായിട്ട് അവരെ തുടരുക, എന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നവരായി തുടരുക എന്ന് പറയുന്നതല്ല.